നിങ്ങൾ അറിഞ്ഞുകൂടരെ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ മുസ്ലിമായി. നമ്മൾ ഞെട്ടിട്ടുണ്ടാവൂലേ? ഞെട്ടണ്ട. ഹലോ എവ്രിവൺ, രാഹുൽ ഈശ്വർ മുസ്ലിമായി എന്നാണ് കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് പറയുന്നത്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? ബ്രോ, ഒരു വീഡിയോ ഇടണം, രാഹുൽ ഈശ്വർ മുസ്ലിമായോ എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് ഇക്കാര്യത്തെക്കുറിച്ച് ക്ലിയറായി കൃത്യമായി പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഓക്കെ, കൂടരെ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ മുസ്ലിമായി. നമ്മൾ ഞെട്ടിട്ടുണ്ടാവൂലേ? ഞെട്ടണ്ട. പുറംലോകം ഈ വാർത്ത അറിഞ്ഞിട്ടില്ല. പുറംലോകം അറിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ പോലും ഈ വാർത്ത അറിഞ്ഞിട്ടില്ല. എന്താണ് ഉസ്താദെ നിങ്ങൾ പറയുന്നത്? രാഹുൽ ഈശ്വർ മുസ്ലിമായത് രാഹുൽ ഈശ്വറിന് പോലും അറിയില്ല എന്നാണോ? പിന്നെ എന്തിനാണ് ആദ്യം നിങ്ങൾ പറഞ്ഞു രാഹുൽ ഈശ്വർ മുസ്ലിമായി എന്നൊക്കെ? എന്തോ ഒരു ടിസ്റ്റ് ഉണ്ടോ? ഒക്കെ വെയിറ്റ് ചെയ്യാം നമുക്ക്. എന്താണ് ഉസ്താദ് പറയാൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. കാരണം എന്തുകൊണ്ടാ? രാഹുൽ ഈശ്വർ മുസ്ലിം ആയതല്ല, രാഹുൽ ഈശ്വറിനെ മുസ്ലിം ആക്കിയതാണ്. എങ്ങനെ മുസ്ലിം ആക്കിയെന്ന് ചോദിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. എന്താണ് ഉസ്താദ് നിങ്ങൾ കുറേ സമയമായാലും ഇങ്ങനെ പറയുന്നത്? രാഹുൽ ഈശ്വർ മുസ്ലിം ആയോ? എന്താണ് വിഷയം? എന്താണ്? നിങ്ങളതൊന്ന് ക്ലിയറായി പറയണം ഉസ്താദെ. കുറേ പേര് വെയിറ്റിംഗ് ആണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി. നിങ്ങൾ ഈ സംഭവം ഒന്ന് കേട്ടു നോക്കി. ഒരു മുസ്ലിം അല്ലാത്തൊരു വ്യക്തിനെ അവർ കൂട്ടാറ് പോലുമില്ല. പക്ഷേ അപ്പോഴും അവർ ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവരെ കൂട്ടുന്നു. ഇനി ഇയാൾ ശരിക്കും ഹിന്ദു ആണോ അതോ ഇതിനകം തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചോ എന്ന തരത്തിൽ പോലും ആളുകൾ ചോദിക്കുന്നുണ്ട്. കാരണം നമ്മളൊക്കെ സാധാരണഗതിയിൽ മുഹമ്മദ് നബി എന്നിങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഇയാൾ മുഹമ്മദ് നബി എന്നല്ല പറയുന്നത്. ഇയാൾ മുഹമ്മദ് സലല്ലാഹു വസൈ അങ്ങനെ കൊണ്ടല്ലോ ഒരു കുറേ നീട്ടി ഇങ്ങനെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ മുഴുവൻ പേരായിട്ട്. നമുക്കറിയില്ല. എടാ ചാണക സംഖ്യ, നീയാണോ രാഹുൽ ഈശ്വറിനെ മുസ്ലിമാക്കിയത്? പൊന്നുമക്കളെ, ഈ ചാണക സംഖ്യയ്ക്ക് ഞാൻ ചുട്ട മറുപടി കൊടുക്കാം. അതിനു മുമ്പ് എൻ്റെതായിട്ടുള്ള പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയുകയാണ്. ഞാൻ നിലവിൽ കാണുന്നത് ഈ ലോകത്ത് ഒറ്റ മതമേ ഉള്ളൂ. ആ മതം മനുഷ്യ മതമാണ്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും UDF ആയാലും LDF ആയാലും BJP ആയാലും എല്ലാവരും ഒന്നാണ്. എല്ലാവരും ഒരു മനുഷ്യന്മാരാണ്. ഞാൻ പേഴ്സണലി അങ്ങനെയാണ് എല്ലാവരെയും കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹിന്ദുവിനൊരു പ്രശ്നം വന്നാലും മുസ്ലിമിനൊരു പ്രശ്നം വന്നാലും ക്രിസ്ത്യനിനൊരു പ്രശ്നം വന്നാലും ഞാൻ ശബ്ദിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ചാണക സംഖ്യ വിഷം തുപ്പുന്നത് രാഹുൽ ഈശ്വർ മുഹമ്മദ് നബിയുടെ പേര് പറയുമ്പോൾ സലാത്ത് ചെല്ലിയത് കൊണ്ട് രാഹുൽ ഈശ്വർ മുസ്ലിമായി എന്നാണ് ഈ സംഖ്യ പറയുന്നത്. പൊന്നാര സംഖ്യ, നിന്നോടൊരു കാര്യം ഞാൻ പറയുകയാണ്. നിന്റെ ഹൃദയത്തിലുള്ള വിഷമുണ്ടല്ലോ, ഇങ്ങനെ താങ്ങി നിൽക്കുന്ന വിഷം, അതിനെ നീ തുപ്പി എത്രയും പെട്ടെന്ന് നിന്റെ മനസ്സിനെ, നിന്റെ ഹൃദയത്തിനെ നീ ശരിയാക്കണം. നിന്റെ മനസ്സിനെ നീ കഴുകി കളയണമെന്ന് ഞാൻ പറയുകയാണ്. അന്നെങ്കിലേ ഈ ദുനിയാവിൽ നിനക്ക് ജീവിക്കാൻ പറ്റും. നമ്മൾ ഹിന്ദു മുസൽമാൻ അങ്ങനെ പറഞ്ഞ് വിഷം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൊന്നുമോനെ ജീവിക്കാൻ ഇത്തിരി പാടാണ്. നിന്നെ ആരും മൈൻഡ് ചെയ്യൂല. എന്തിനാണ് നീ ഇങ്ങനെ വിഷം തുപ്പുന്നത്? ഈ സംഖ്യ അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം പറയുകയാണ്. പൊന്നാര സംഖ്യ, ആരാണ് രാഹുൽ ഈശ്വർ? ഹിന്ദുവിനൊരു പ്രശ്നം സംഭവിച്ചാലും മുസ്ലിമിന് സംഭവിച്ചാലും ക്രിസ്ത്യാനിന് സംഭവിച്ചാലും ആദ്യം ഓടിയെത്തുന്നത് ഈ രാഹുൽ ഈശ്വരാണ്. നോക്കൂ നിങ്ങൾ, കള്ളക്കേസിൽ വേടൻ കുടുങ്ങിയപ്പോൾ, കള്ളക്കേസിൽ രാഹുൽ മങ്കൂട്ടത്തിൽ കുടുങ്ങിയപ്പോൾ, കള്ളക്കേസിൽ മുകേഷ് കുടുങ്ങിയപ്പോൾ എല്ലാത്തിനും ഓടിയെത്തിയത് ആരാണ്? ഈ പറയുന്ന രാഹുൽ ഈശ്വരാണ്. രാഹുൽ ഈശ്വറിന് BJP എന്നില്ല, UDF എന്നില്ല, LDF എന്നില്ല, ഒന്നുമില്ല. അദ്ദേഹം സത്യസന്ധനായ ഒരു മനുഷ്യനാണ്. എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ പ്രസംഗത്തിനിടെ ഒരു കാര്യം പറയുന്നു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് പ്രസംഗിക്കുമ്പോൾ നബിയുടെ പേര് പറയുമ്പോൾ അവിടെ സലാത്ത് പറഞ്ഞത് കൊണ്ട് അദ്ദേഹത്തെ മുസൽമാനാക്കിയ ആ ഒരു ചാണക സംഖ്യയുടെ മനസ്സ് എത്രമാത്രം വിഷമാണ് പൊന്നുമക്കളെ. ഓക്കെ, ഉസ്താദ് പറയുന്ന ബാക്കി കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. ഭക്തവത്സല, എങ്ങോട്ടാ നീ പോണത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാത്മാക്കളുടെ പേര് പറയുമ്പോൾ ആദരസൂചകം എന്നുള്ള ഇത്തരം വാചകങ്ങൾ പറയണമെങ്കിൽ ഹൃദയം ശുദ്ധിയായിരിക്കണം. രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ സ്ഫുടമായി ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? മനസ്സ് ശുദ്ധിയാണ്. പൊന്നുമക്കളെ, നിങ്ങളൊരു പക്ഷേ എന്നെ വിമർശിക്കും. ഞാൻ പറയുകയാണ്, രാഹുൽ ഈശ്വർ കറക്റ്റാണ്. രാഹുൽ ഈശ്വറിൻ്റെ മനസ്സിൽ നന്മ മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കൂ. ആർക്ക് ആപത്ത് വന്നാലും ആദ്യം ഓടിയെത്തുന്നത് രാഹുൽ ഈശ്വറാണ്. ഇപ്പോൾ എനിക്കെതിരെ നാളെ ഒരു പെണ്ണ് കള്ളക്കേസ് കൊടുത്തു, ഞാൻ പീഡിപ്പിച്ചു എന്ന് കള്ളക്കേസ് കൊടുത്താൽ എനിക്ക് പ്രതീക്ഷ രാഹുൽ ഈശ്വറിൽ നിന്നാണ്. അദ്ദേഹം എനിക്ക് വേണ്ടി ശബ്ദിക്കും, അതെനിക്ക് ഉറപ്പാണ്. അത്രയും നല്ലൊരു മനുഷ്യൻ, എല്ലാ മതസ്ഥർക്കും വേണ്ടി സംസാരിക്കുന്ന ഒരു മനുഷ്യനെ എന്തിനാണ് ആ സംഖ്യ നീ മുസൽമാനായി എന്ന് പറയുന്നത്? സത്യസന്ധനായ നല്ലവനായ ഒരു ഹൈന്ദവനാണ് അദ്ദേഹം. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. സാധാരണ ഒരാൾ മുസ്ലിമാകുന്നത് എങ്ങനെയാണ്? അദ്ദേഹം സത്യസാക്ഷ്യം കെലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയാണ്.
പിന്നെ സാധാരണക്കാരുടെ ഇടയിൽ പ്രത്യക്ഷമായ ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി, അയാൾ താടി, തൊപ്പി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണയൊക്കെ ഇസ്ലാമിക വസ്ത്രധാരണ ധരിക്കുമ്പോഴാണല്ലോ. പക്ഷെ ഇവിടെ അതൊന്നും അദ്ദേഹം നിർവഹിച്ചിട്ടില്ല. അദ്ദേഹം പള്ളിയിൽ പോയിട്ടില്ല, ബാങ്ക് കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെ മുസ്ലിമായി നിങ്ങളാരും ചിന്തിക്കുന്നുണ്ടോ? അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ ആദര സൂചകം എന്നോളം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. അതോടുകൂടി രാഹുൽ ഈശ്വർ മുസ്ലിമായി. എന്താ അല്ലേ, വളരെ വളരെ കഷ്ടമാണ്. വിദ്യാഭ്യാസം അത് മസ്റ്റാണ്. ഓക്കെ, വിദ്യാഭ്യാസം ഇല്ലാത്തതാണ് ഇതിൻ്റെ വലിയ പ്രശ്നം. ഈ ചങ്ങായി ഉണ്ടല്ലോ, ഈ ചങ്ങായിക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ചങ്ങായിയുടെ ശരീരത്തിൽ ഇവിടെ മുതൽ താഴെ വരെ വിഷം മാത്രമാണ്. പാവം, അദ്ദേഹത്തിന് തുപ്പാൻ അറിയുന്നത് വിഷം മാത്രമാണ്. അദ്ദേഹം ജീവിക്കുന്നത് മതത്തിന് വേണ്ടി മാത്രമാണ്. മതമെന്ന് എന്തോ ഒരു വല്ലാത്തൊരു കഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരൊക്കെ എങ്ങനെ അദ്ദേഹത്തെ സഹിക്കുമെന്ന് എനിക്കറിയില്ല. ഉറക്കത്തിലും മതം, എഴുന്നേക്കുമ്പോഴും മതം, ഉച്ചക്കും മതം, ഭക്ഷണത്തിനിടയിലും മതം, വായി തുറന്നാൽ തുപ്പുന്നത് മതം മാത്രമാണ്. പൊന്നുമക്കളെ, വളരെ വളരെ ഡേഞ്ചറാണ്. പൊന്നാര സഹോദര, നിന്റെ ആ മനസ്സിനെ നീ ശരിയാക്കിയിട്ടില്ലെങ്കിൽ നിനക്ക് വലിയൊരു അപകടമാണ് വരാൻ പോകുന്നത്. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. ഈ തിയറി പ്രകാരം ഞാൻ നോക്കുമ്പോൾ പൊന്നാനി ഭാഗത്തുള്ള ആ സുന്നത്ത് കല്യാണം കഴിഞ്ഞ് ഒരുത്തം വരുന്നത് ആരാറിയോ? ഇത് കണ്ടു നോക്കും. മുസ്ലിമാന്ന് പറയാൻ മുസ്ലിമാവൂ. ത്തിന്റെ പ്രബോധനങ്ങൾ അതേപടി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ മുസ്ലിം ആയെങ്കിൽ ഒന്നാം തരം മേത്തൻ ഇയാളല്ലേ? ഇയാളാരും മുസ്ലിം ആക്കിയില്ലല്ലോ. അൻസാരി സുഹരി ഉസ്താദ് പറയുന്നത്, PC ജോർജ് പ്രസംഗത്തിൽ നബിയുടെ സലാത്ത് പറഞ്ഞപ്പോൾ PC ജോർജിനെ ആരും മുസ്ലിം ആക്കിയിട്ടില്ല. രാഹുൽ ഈശ്വർ നബിയുടെ സലാത്ത് പറഞ്ഞപ്പോൾ എന്തിനാണ് രാഹുൽ ഈശ്വറിനെ മുസ്ലിം ആക്കിയതെന്നാണ് അൻസാരി സുഹരി ഉസ്താദ് പറയുന്നത്. പൊന്നുമക്കളെ, വിഷം തുപ്പുന്നവർക്ക് വേണ്ടി VD സതീശന്റെ ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഞാൻ വെച്ചു തരാം. നിങ്ങൾക്ക് നിങ്ങളുടെ മതം ശ്രേഷ്ഠമാണ്, എനിക്ക് എന്റേത്. അതിനേക്കാൾ വലിയ മെസ്സേജ് എന്താണ്? എല്ലാവർക്കും സ്പേസ് ഉണ്ടെന്നാണ് അല്ലേ? മക്കയിൽ നിന്നും മദീനയിലെത്തിയ പ്രവാചകൻ അവിടെ ഒരു ഭരണഘടന ഉണ്ടാക്കി, നിയമം ഉണ്ടാക്കി. അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള നിയമം ആയിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർക്കും ക്രൈസ്തവർക്കും കൂടി ഉണ്ടാക്കിയ നിയമമാണ്. അവർക്കും അവരുടെ ഇഷ്ടമുള്ള മതവിശ്വാസങ്ങളിൽ പ്രവർത്തിക്കാനും അവർക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകിയ ഭരണഘടനയാണ് മദീനയിൽ വെച്ച് ഉണ്ടാക്കിയത്. മാതൃകാ ഭരണഘടനയാണ്. നമ്മുടെ ഭരണഘടനയ്ക്ക് പോലും വഴികാട്ടിയായ ഒരു ഭരണഘടനയാണ് അവിടെ ഉണ്ടാക്കിയത്. എല്ലാവർക്കും തുല്യ അവകാശങ്ങളുള്ള, ഇസ്ലാമിന് വേണ്ടി മാത്രമല്ല പ്രവാചകൻ ഭരണഘടന ഉണ്ടാക്കിയത്. അത് ഈ ആശയമാണ്. ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ഇത് മതം, നിന്റെ മതം നിനക്ക് ശ്രേഷ്ഠമാണ്, എനിക്ക് എന്റേതും എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു മെസ്സേജാണ്. മാത്രമല്ല, പിന്നീടുള്ള കാലങ്ങൾ കൊണ്ട്, ഗവേഷണങ്ങൾ കൊണ്ട്, ശാസ്ത്ര ഗവേഷണങ്ങൾ കൊണ്ട്, പഠനങ്ങൾ കൊണ്ട് കണ്ടെത്തിയ ശാസ്ത്ര സത്യങ്ങൾ എത്രയോ മുമ്പ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ രാവിനെയും പകലിനെയും ക്രമീകരിച്ചു, സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ചു, ഗോളങ്ങൾ അതിന്റെ പന്താവിലൂടെ ചലനം തുടരുന്നു. എന്താ പന്താവ്? പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഓർബിറ്റ് എന്ന് പറഞ്ഞ് ഈ ഗോളങ്ങൾ, ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് ഒരു ഓർബിറ്റിലൂടെയാണ്. പൊന്നാര മക്കളെ, എന്തിനാണ് VD സതീശൻ പറയുന്ന വാക്കുകൾ ഞാനിപ്പോൾ സൈഡിൽ വെച്ചത്? അദ്ദേഹം ഒരു ഹൈന്ദവനായ മനുഷ്യനല്ലേ? അദ്ദേഹം നോക്കൂ, എന്തൊരു ക്ലിയർ ആയിട്ടാണ് മുസ്ലിം മതത്തെക്കുറിച്ച് പറയുന്നത്. നമ്മളെല്ലാവരും ഇങ്ങനെയാവണം. മുസ്ലിമീങ്ങൾ ഹൈന്ദവരെ കുറിച്ച് പറയണം, ഹൈന്ദവർ മുസ്ലിമീങ്ങളെ കുറിച്ച് പറയണം, ക്രിസ്ത്യാനികളെ കുറിച്ച് നമ്മൾ പറയണം. അങ്ങനെ പറഞ്ഞ് നമ്മളെല്ലാവരും ഒന്നായി ഇവിടെ മനുഷ്യന്മാരാണ്. ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു മതത്തിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൻ്റെ പേര് മനുഷ്യത്വം. ആ കൃഷ്ണനൊരു പ്രശ്നം സംഭവിച്ചാൽ മുഹമ്മദോടും, വിൻസെന്റിനൊരു പ്രശ്നം സംഭവിച്ചാൽ മുഹമ്മദോടും, മുഹമ്മദിനൊരു പ്രശ്നം സംഭവിച്ചാൽ കൃഷ്ണനുമോടും വിൻസെന്റുമോടും. അങ്ങനെ വേണം നമ്മൾ. അല്ലാതെ അവൻ മുസ്ലിമല്ലേ, അവൻ ക്രിസ്ത്യാനിയല്ലേ, അവൻ ഹിന്ദുവല്ലേ, അങ്ങനെ നമ്മൾ ചിന്തിക്കാനേ പാടില്ല. അപ്പോൾ സ്നേഹപൂർവ്വം ഇവനോട് എനിക്കൊരു പറയാനുണ്ട്. പൊന്നാര മോനെ, നിന്റെ ഹൃദയത്തിലുള്ള വിഷത്തെ നീ കഴുകാൻ സമയമായി. എത്രയും പെട്ടെന്ന് അത് കഴുകിയിട്ട് ഒരു മനുഷ്യനാവാൻ നോക്കും. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.